മക്കളെ എന്നെ ഇവൻ 50 ആരെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകണം. പെണ്ണാണോ പെണ്ണാണോ പറഞ്ഞു നോക്കട്ടെ. ഞാൻ പെണ്ണാണോ പോണെന്ന് അണ്ണാ പെണ്ണാണോ പാറ്റണ്ണ 50 കൊണ്ടുപോകുന്നതാ. അല്ല ഞാൻ ഒരു കുടുംബ പ്രശ്നം തീർക്കാൻ പോരാ അണ്ണാ അങ്ങനല്ല സംഭവം കഴിഞ്ഞാലേ ഒരു കുടുംബ പ്രശ്നമായെന്ന് തലമൂത്ത ആളെന്ന് എനിക്കത് സോർട്ട് ചെയ്യണ്ടണ്ണാ. നീ ഒരു കോപം പറയണ്ട, നീ പോടാ. ആണാ പെണ്ണാണോ നമ്മളുണ്ട് പെണ്ണാണല്ലേ. ആരാ എന്നെ വിളിച്ചാ? ടിഡിഎമ്മിലായിരുന്നു ടിഡിഎം. അല്ലെ വണ്ടി ആശ വണ്ടി നീ അറിഞ്ഞോ നിരുപമ നിക്കുമ്പം ഗോക്കു ആനിനെ എടുത്ത് കറക്കി കറക്കി ഇങ്ങനെ തോളിൽ വെച്ച് നിരുപമ കണ്ടിട്ട് ഞാനൊന്നും ചെയ്തില്ല. നിരുപമ ഉണ്ടല്ലോ കരഞ്ഞോണ്ടൊരു തോളിലൊരു കിടപ്പാ. ഇനി ഞാൻ എന്ത് ചെയ്യും ബോബിന്ന്. അതൊക്കെ തമ്മി തല്ലി പിരിയട്ടെ, എന്തിനു പറയാൻ ഞാൻ. പക്ഷെ ആരുണ്ടല്ലോ ആൻ സച്ച് എ ജം പേഴ്സൺ. ഞാൻ പെണ്ണാണോ പോണ്, നീ എവിടെ? പെണ്ണാണ് പോകുന്നത് എവിടെ? എവിടെയാണ്? അല്ലെ ഒരു മിനിറ്റ് നല്ലൊരു പെണ്ണുണ്ട് വാറ്റണ്ണ കാണിക്കാൻ. ഒരു മിനിറ്റ് പെണ്ണ് കിട്ടി പെണ്ണുണ്ട് സാരി എടുത്ത് വരും. ഒന്നുമില്ല നമ്മളെ എവിടെയാടാ നീ വാറ്റണ്ണ റെഡിയാക്കി എടുത്ത് ഞങ്ങള് സാരി കൊടുത്തു തരാം. വാറ്റണ്ണ സർപ്രൈസ് ഉണ്ട്. ഞാനിത് വേറെ ചടങ്ങിലോട്ട് പോവാന്ന്. വാറ്റാണെന്തിന് ഇതിന് നമ്മള് പോണില്ല. ഞാനെന്തിന് അമ്പത്തൂരെ അണ്ണനൊന്ന് കുളിപ്പിക്കേ. ഇതെന്താടാ ഇത് ഡ്രസ് മരണത്തിനാണോ നീ? എന്തിനാണ് മാറാ അടിക്കല്ലേ എന്നെ തമ്മി തല്ലല്ലേ. പൈസ കൊടുത്ത് കഴിച്ചാടി. അല്ല ഇതെവിടെ മുണ്ടായതില്ല. ഒരു പെണ്ണുകാണനാകുമ്പത്തേക്ക് അതിന്റെ രീതികളിൽ പോണ്ടി കളിയാ. വേണ്ട ഒന്നാമത് ഇപ്പൊ ലേഡി പോയി എന്നാണ് വിളിക്കുന്ന ആൾക്കാര്. നേരത്തെ ആൻ മുതുക്കിലൊന്നും എന്റെ അടുത്ത് പറയില്ല, എന്നെ ആണായിട്ട് കണ്ടാ മതി. ഷോക്കായി പോയിന്ന് എനിക്ക് എന്റെ അടുത്ത് പറയുന്നു. ആൻ എന്റെ അടുത്ത് ഇല്ല ഇറ്റ്സ് ഓക്കെ. ടെൻഷനാവല്ലേ. ഈ ആന്റെ പിന്നെ മറ്റു പെരുമാറ്റങ്ങളൊന്നും ഒരു സീനിലടാ. അതാണ് സംശയിക്കേണ്ടത്, അങ്ങനെയുള്ളവരെയാണ് സംശയിക്കേണ്ടത്. ഇല്ലടാ അത് ആ സംശയത്തോടുകൂടി തീരുല്ലടാ. അയ്യോ അതല്ല നമ്മള് ബാത്റൂമിൽ പെണ്ണ് കാണാൻ പോയില്ലടാ. ഒരു ചടങ്ങില് പോകുമ്പോ അതിന്റെ രീതിക്ക് വേണം പോവാൻ. ഞങ്ങൾ റെഡി. പെണ്ണിൽ കിളിക്കും കണ്ട താടി
നമ്മളൊന്ന് പുറത്തോട്ടിറങ്ങിയ ഒരു മാവൻ ഇറങ്ങി പോണ നിനക്ക് കാണാൻ പറ്റും. മനസ്സിലായി? എവിടെ ഡ്രസ്സൊക്കെ മാറ്റി. ഓക്കെ ഞാൻ പറയാം. അല്ലെ മുണ്ട് 692 അണ്ണാ ഒന്നും പേടിക്കണ്ട അണ്ണാ. ഞാൻ പറയട്ടെ അണ്ണാ, ഇതില് ഞാൻ ഉറപ്പിക്കുവാണ് എന്റെ കെട്ട്. മനസ്സിലായോ? ഇതില് ഞാൻ അണ്ണന്റെ കെട്ടങ്ങ് ഉറപ്പിക്കും. അത്ര അടിപൊളി പെണ്ണ നമ്മുടെ അടുത്തുള്ള. എന്റെ കണ്ണല്ലേ നാണിക്കല്ലേ? എന്റെ കണ്ണ അറിയാ തനി തങ്കം തറവാടി എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര തറവാടി ഒരു കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല എന്റെ കരിയറില്. നീ എനിക്ക് കണ്ടുപിടിച്ചിരുന്നുണ്ടെങ്കിൽ ഒരു നല്ല പെണ്ണായിരിക്കും. അത്രേ ഉള്ളു. ഞാൻ പറഞ്ഞോ, ഞാൻ ഷർട്ടൂടെ മാറ്റിക്കോട്ടെ. അല്ല ഇപ്പൊ അണ്ണനെ നിങ്ങൾ ചെറുക്കൻ കൂട്ടുകാരും അങ്ങനെ വാ, ഞാൻ ഇവിടുന്ന് പെണ്ണെ കൊണ്ടെങ്കിൽ എത്തിക്കോളാം. അല്ലല്ലേ നമ്മുടെ കൂട്ടുകാരന്റെ മോളല്ലടാ, പട്ടണത്തിലുള്ള ചന്ദ്രന്റെ മോള്. അല്ലല്ല പട്ടണത്തിലുള്ള ചന്ദ്രന്റെ മോളെ. മുമ്പിൽ മാറിയിരിക്കോ ബ്രോ? ആന്റെ ഫ്രണ്ട് ഇത് മാറി ആന് തള്ളക്കി വിളിക്കും. ആൻ സാരി കണ്ടില്ല? സാരി മാറ്റണാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. പുള്ളി എനിക്ക് ഡിസപ്പോയിന്റഡ് ആക്കാൻ പറ്റില്ല. പുള്ളി എനിക്ക് ഡിസപ്പോയിന്റഡ് ആക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ചെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയോണേ. കാരണം വേറെ പെണ്ണൊന്നും ഇല്ല നമ്മളെ കൂട്ടത്തിൽ. അങ്ങനല്ല, ആ പെണ്ണല്ല. ആൻ എന്തിനാ ഇങ്ങനെ തെറ്റിദ്ധരിക്കണേ? അതല്ല പെൺകുട്ടിയല്ല. വീട്ടിൽ ഒന്ന് നോക്കിയ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് ചായ കൊടുക്കാൻ മനസ്സിലായില്ലേ? ഒരു കുടുംബിന് ചെയ്യേണ്ട കാര്യങ്ങൾ. വലിയ ഓർണമെന്റ്സ് ഒന്നും വേണ്ട. ഒരു പയ്യനോടെ എന്താ പൂടപ്പെട്ടിട്ട് ചെരുപ്പാടാ നേട്ടിക്കണ. എന്തിനിങ്ങനെ ആണുങ്ങളെ പോലെ ഷർട്ട് കിട്ട്? സത്യം ഞങ്ങൾ മാമാന്ന് വിളിക്കട്ടെ ഇനിയും? അല്ലെ ആനേന്ന് വിളിക്കട്ടെ? ഒരു പട്ടുപാവാടെങ്കിലും ഇടാൻ ഒരു നാടൻ വൈബ് വരട്ടെ. നാടൻ എന്തെങ്കിലും ഒരു സ്കേർട്ടോ എന്തെങ്കിലും. എങ്ങനെ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്? നമ്മളെങ്ങനെ ഡിസപ്പോയിന്റ് ചെയ്യല്ലേ? ആ പയ്യനാണെങ്കി ഇങ്ങനെ അതെന്തോ അതല്ല പയ്യൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമെന്ന് നമ്മളല്ലേ ഞാൻ കുടുംബക്കാര്. ഞാൻ നമ്മളറിയാലോ. ഞാൻ പറയട്ടെ, ഞാൻ അവിടെ ചെന്ന് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി, മനസ്സിലായില്ലേ? വരുന്ന ഗസ്റ്റിനൊക്കെ ഒന്ന് ചായ കൊടുത്ത് നിർത്തിയാൽ. അല്ലല്ലേ ചായ കൊടുക്കുന്ന സെക്യൂരിറ്റി ആണോ? നമ്മള് സ്കോഷ് കലക്കായിരിക്കും അടുക്കള ചെയ്യുന്നുണ്ട്. അത് കൊള്ളാം കേട്ടോ. അത് കൊള്ളാം. പക്ഷെ ഇതൊരു റേഡിയോ അല്ലല്ലോ. ഇതിപ്പോ നമ്മളുണ്ടാവില്ലേ ചെറുച്ച. അല്ല ഞാൻ ആവശ്യം അഹങ്കാരം കണ്ട. ആനങ്ങ് ഇച്ചിരി തന്റേടിയല്ലേ ആനെ? എവിടെ റെഡി പെട്ടണ? നിങ്ങള് ശരിക്കും ആരാ എല്ലായിടത്തും കാണുന്നത്? അമ്പു എവിടെയാടാ? എന്നായിരിക്കും പമ്പ എവിടെടാ? ഇതെന്ത് ഗാർബേജ് കവറാ? ഇത് കറുത്ത ഗാർബേജ് കവറ്. പമ്പൊന്ന് മാർക്ക് ചെയ്ത് ഇത് അവിടെ വരെ എത്തും ഈ വണ്ടി. ചെറുക്കനാകെ നാണിച്ച് ശൈ. എന്റെ വാറ്റുന്ന കളം വരയ്ക്കല്ലേ, ഞാൻ അങ്ങ് എത്തി. ഞാനൊരു കാര്യം പറയല്ലേ, 86 ഞാനൊരു കാര്യം പറയാം. 84 വാറ്റണ. ഞാനൊരു കാര്യം പറയട്ടെ. കാണുമ്പോഴേ അങ്ങ് നിങ്ങൾ സംസാരിക്കണ്ട, മനസ്സ് തുറക്കണം രണ്ടുപേരും. ഞമ്മളില്ലേ ഞാനില്ലേ താഴെ പമ്പുണ്ട്. 52 വേണമെങ്കിൽ ഇരിക്കാം. അതും ഇരിക്കാം.
അത് വേണ്ട അത് വേണ്ട അത് വേണ്ട. എടാ 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 50 50 തീർത്ത് ഞാൻ പെട്രോൾ അടിച്ചു തരാം. അടി 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 അല്ല നീ അടി. ആരാ പറഞ്ഞു ആര് പറഞ്ഞേ? ഗാർബേജ് കവർ പോലത്തെ ഇതെന്ത് കൊമ്പ് പൂച്ച നീ ഇങ്ങനെയാണ് ഒരു ആളെ കാണാൻ പോകുന്നത്. ഈ കണക്കിന് വാറ്റണ്ണൻ ഇവിടെയാണ് പെണ്ണ് കാണാൻ പോയത്. നിങ്ങൾ അവസാനം ചോദിക്കേ ഏതാ? ഞാൻ വിളിക്കട്ടെ. ആ വാറ്റണ്ണ പറ. അണ്ണ വണ്ടി എടുത്ത് കളിയാ. അണ്ണ പറ അണ്ണ പറ. പോയിട്ടേ റെഡി പിങ്ങി എടാ 50 ആ വീട് നിങ്ങൾ ആ വീട്ടിൽ പോയിരുന്നിട്ട് ആ വീടിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുതരോ? ആ ലൊക്കേഷൻ വരണ. ആ അണ്ണാ ഞാൻ മറ്റേ ചെണ്ട കൊട്ടാൻ പോണ പോലെയാണ് ഞാൻ നിക്കുന്നത്. ഒരു മുണ്ടും എന്നാ അതൊക്കെ ട്രഡീഷണൽ അല്ലേ? ട്രഡീഷണൽ ഒരു കുഴപ്പമില്ല. പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ ഒരു പെണ്ണായിട്ട് അഭിനയം പറഞ്ഞ എന്റെ അടുത്ത് ദാശായിനി എന്നാ അവന്റെ പേര് പറഞ്ഞത്. അത് അവന്റെ സെക്കൻഡ് ക്യാരക്ടർ അവന്റെ സെക്കൻഡ് ക്യാരക്ടർ നെയിം അല്ലേ അണ്ണാ? ഹലോ സുഖല്ലേ? അല്ല സുഖമല്ല. സുഖമല്ല നമുക്ക് സുഖമല്ലാത്തോണ്ട് സത്യം ഇത്ര പോപ്പുലർ സിറ്റി ഉണ്ടെങ്കിലും ഞാനിച്ചിരി സ്പെഷ്യൽ ആണടാ. പക്ഷേ അതൊരു മാമനായോണ്ടെന്ന് തോന്നുന്നു. അല്ല ഇവിടെ മാമന്റെ അടുത്ത് ടി വി മാമൻ എന്റെ അടുത്ത് ഇന്നലെ ആരോ ഒന്ന് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു ഡ്രസ് ഷോപ്പിലോട്ട് കേറിയപ്പോ പെണ്ണ് തിരിച്ചു പോയപ്പോ ആണായിട്ട് ഒരാൾ ഇറങ്ങി പോണുണ്ടല്ലോ. അണ്ണാ ലൊക്കേഷൻ മാത്രം പറ. ഞാൻ തറവാട്ടി പറഞ്ഞൊരു കൊച്ചുമായിട്ട് വരച്ചിട്ടുണ്ട്. തറവാട്ടി അത് തറവാട്ടി പറഞ്ഞല്ലേ? അതല്ലേ തറവാടിന്റെ പേര് നെയിം നമ്മള് ചോദിച്ചു. തറവാടിന്റെ പേര് നമ്മള് ചോദിച്ചു. ആ പേര് ചോദിച്ചു നമ്മള്. അതൊന്ന് പറഞ്ഞേ. അതല്ല കറങ്ങാതെ അതിങ്ങ് പറ. എടാ എണ്ണടിച്ചിട്ട് അളി ഇവിടെ തന്നെ അടി. ബാക്കിൽ നിന്ന് എണ്ണ അടിക്കും. തറവാടിന്റെ പേര് കിട്ടിയില്ല ഇതുവരെ. ആലോചിക്കോട്ടെ. പഠിച്ച മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അല്ലേ? MC എന്ത് ക്യൂട്ട് ശരിയല്ലടാ എന്റെ. ഒന്നുകൂടെ ചുമച്ചാൻ മരിക്കാൻ കിടന്നപ്പോൾ അതേ ചുമ. സിഗരറ്റ് വലിക്കാറുണ്ടോ? സ്മോക്കിംഗ് ലിപ്സ് നല്ല വലിയുണ്ട് കേട്ടോ. നമ്മളെ കാണാൻ പോണ പയ്യനല്ലേ മുത് വലിയനാ. അളിയ 15 മിനിറ്റിനുള്ളിൽ പെണ്ണ് കാണൽ നടത്തി കല്യാണം ഉറപ്പിച്ചിട്ട് പോകുന്നുള്ളൂ. അമ്പത്തൂരെ കടന്ന് കളിക്കാതെ വന്ന് വീട്ടിൽ പോയിരുന്നോളാ. എന്താ ലൊക്കേഷൻ കഴിച്ചേ? പെണ്ണ് കാണാൻ വരട്ടെ. കുണ്ടൻ ഇറങ്ങല്ലേ ഞാൻ എന്താണ് ഇവൻ ഡ്രസ് മാറോടാ ഈ തന്തയില്ലാത്തവൻ. ഒരു മിനിറ്റ് നിങ്ങളോടേക്ക് ആന വരില്ല. എടാ നീ സംസാരിച്ചിരിക്കുന്നതാണ് അളിയാ പോലെ ഇങ്ങനെ രണ്ടുപേരും ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇല്ല സൈഡിലൊരു വീടുണ്ടല്ലോ അവിടെ. എവിടെ ബാക്കിൽ ഞാൻ വിരൽ ചൂണ്ടുന്ന ഈ ഒരു വീടുള്ള കൊച്ചു കള്ള അണ്ണാ സൈഡിൽ തിരിഞ്ഞ് അണ്ണ ഇതിലാ കൊച്ചിനെ എടുത്തിക്കൊണ്ടാണ് ആലോചിക്കേ.
കിട്ടി സ്വാഗതം ഫാസ്റ്റ് അല്ലേ അളിയാ മുട്ടിട്ട് ആ മാമാ ചേട്ടാ ചെറുക്കനെ ഇതാ ഇവിടുത്തെ കുക്കാണോ? നല്ല പ്രായമുണ്ട് പക്ഷെ അച്ഛനെല്ലാം തോന്നുന്നു. ഇത് കുട്ടി ഇരുന്നിരുന്ന മോളിരുന്ന കുട്ടി ഇരുന്നോളൂ കേട്ടോ, മോളെ മോളെ ഇരുന്നോളൂ മോളെ. അറിയാം എനിക്കറിയാം. അയ്യോ ചെറുക്കനെ വിളിക്കട്ടെ മോളെ എന്നാ. എന്തിന്? അല്ല ഞാനിത് ചായ കൊണ്ടുവരണം ചായ കൊണ്ടുവരാൻ അതിന് ചായ കുടിക്കണ്ട നമ്മള് പറഞ്ഞില്ല ഞാനേ. അടുത്തൊന്നിരിക്കോ? കേക്കുന്നില്ല. ആണോ? ഞാൻ ഇവിടെ ഇരിക്കാം, എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ നോക്കി ഇപ്പുറത്തെ സോഫ ഇരുന്നേ അവിടെ നോക്കി അവിടെ നോക്കി. ഞാൻ ഇരിക്കാം. എന്ത് റെസ്പെക്ട്. അഹങ്കാരല്ലേ അഹങ്കാരല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നേ നല്ല തറവാടി കൊച്ചി. പക്ഷെ ഇതെന്തിനാണ് KFC-യിലെ വെയിറ്ററാണ്. അപ്പൊ നമുക്കിന്നെ അങ്ങോട്ട് ചെറുക്കനെ കാണാം. ആ ചെറുക്കനെ വിളിക്കാം. അച്ഛനാണോ കുട്ടിയെ ചെറുക്കനെ വിളിക്കട്ടെ ഞങ്ങള്. ആ പിന്നെ അതിനല്ലേ വന്നേക്കണം. ആ അപ്പം അച്ഛനല്ലേ ഒരു മിനിറ്റ്. ആരെ 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 കരയല്ലേ കരയല്ലേ. കൊച്ചു പയ്യനില്ല, ആ നീല മുടിയുള്ളതാണ് അച്ഛൻ. ആന നിർത്തി ഒന്ന് ഫുൾ പറഞ്ഞെടുത്ത് ഞാൻ ചെറുക്കനെ ഒന്ന് സമാധാനിപ്പിച്ചു വിട്ടെ. അച്ഛനാണെന്നോ? അച്ഛൻ തന്തയില്ലാത്ത കണ്ടാലായിരുന്നു ഇവിടെ. വട്ടണ ഓക്കെ അല്ലേ? അത് പെട്ടെന്ന് അമ്പത്തൂരിനെ കണ്ടപ്പോഴേ അമ്പത്തൂരിനെ കണ്ടപ്പോഴേ അല്ല അങ്ങനെ കണ്ടില്ല. റൊമാൻറ്റിക് എന്നണ്ടേ? അല്ലല്ല റൊമാൻറ്റിക്. അതെ എന്റെ ഫാനാണ് ഇവരൊക്കെ. ആരാണ്? ആരൊക്കെ ഫാനാ? ആ സ്കാർഫൂരി മാറ്റിയാ മതിയായിരുന്നു അച്ഛൻ. ഈ ചെറുക്കരുത് ഇന്ത്യൻ കോഫീസിന് വീട്ടറല്ലേ? മോളെ ഇതാണ് ചെറുക്കൻ. അവനെ ഇച്ചിരി ഇൻട്രോവേർട്ടായിട്ടാ മോളെ, ഒന്നും വിചാരിക്കല്ലേ കേട്ടോ. നാണക്കാരനാണ് ഇച്ചിരി നാണക്കാരനാണ്. ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ പെണ്ണ് കാണുന്നതിന്റെ പ്രശ്നമുണ്ട്. ഇങ്ങോട്ട് അല്ല നിങ്ങൾ അവിടെ ഒരുമിച്ച് നിങ്ങൾ ഒരുമിച്ച് പെണ്ണ് വന്നിട്ടില്ല. പെണ്ണല്ല അപ്പൊ പിന്നെ ഇതാരും മാമനാ. ഇത് എന്റെ എന്റെ പൊന്നാനെ എന്റെ പൊന്നാനെ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു പയ്യന് ജീവിതം രക്ഷിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ട് വന്നില്ല. ഞാനിത് ഇങ്ങനെയൊക്കെ പറയാൻ പോയേ. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റത്തേക്ക് ഒരു പെണ്ണായിട്ട് അഭിനയിച്ചൂടെ? 5 മിനിറ്റത്തേക്ക് എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പെണ്ണായിട്ട്. അയ്യോ അതൊക്കെ ചുമ്മാ ഒന്ന് സംസാരിച്ചാ മതി. ഒരു പെണ്ണാണല്ലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിച്ചാ മതി.
എന്തായാലും അവനെ കൊണ്ട് കെട്ടിക്കാനില്ല. ഒരു പെണ്ണ് കണ്ടിട്ടുണ്ടാ? ഞാൻ പെണ്ണ് കണ്ടിട്ടുണ്ട്. കൊറേ കണ്ടിട്ടുണ്ട്. എനിക്കിപ്പോ അത് കാണാൻ പറ്റും. അപ്പൊ എന്തിന് എന്താ എന്താ പുള്ളീനെ കൂടെ റെഡിയാണോ? റെഡിയാണ്. നല്ല സ്വത്തുവകയൊക്കെ ഉള്ള കുടുംബത്തിലെ പയ്യനാ മോളെ. കേട്ടാവോ? നല്ല പാരമ്പര്യമൊക്കെ ഉള്ള മോള് അങ്ങനെ നടക്കുന്ന ഒരുമാതിരി ഗേ ഒന്നും അല്ല. അതേ വരുന്നുണ്ടാ വേറെ നല്ല തന്റേടുള്ള പയ്യനാ. നല്ല തന്റേടുള്ള പയ്യനാ. കണ്ടാ? സിഗരറ്റൊക്കെ വലിച്ചിരിക്കണ്ട കഞ്ചാവ്. നീ എന്നെ കെട്ടില്ല, നീ വീട്ടിന്റെ വെളിയിറങ്ങുന്നതാണല്ലോ. പീഡനം കേസ് മാറി. പീഡനമായി. ഗ്രഹപീഡനം. എല്ലാം വാങ്ങിച്ചോണ്ട് നിന്റെ സ്ത്രീധനം എല്ലാം ഞാൻ വാങ്ങിച്ചിട്ട് നിന്റെ വീടും ഞാൻ പണയം വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകും. ഇത് കേസ് നിർബന്ധിപ്പിച്ച് കെട്ടിക്കാന്നുള്ള കെട്ടിട്ട് പോയാ മതി. നിനക്ക് ചായ വട പ്രോഫിറ്റ് ഇല്ലെന്ന് മോനെ കിട്ടുന്നതിന് അവള് പറയുക. 500 കോടി പേടിച്ചേ. ഇത് എന്റെ തമാശ. ഞാൻ ഒരു ആക്ടറാണ്. എന്റെ സിനിമ 2 കിടന്നവാ കണ്ടില്ല. അത് ഇറങ്ങാൻ പോകുന്ന പടമാണ്. കിടന്ന് വാ കണ്ടില്ല. അതെ. ഞാനൊരു കാര്യം പറയട്ടെ. കുട്ടിയും കുട്ടനെ സംസാരിക്കുക. നമുക്ക് മാറിക്കോ. വാ അമ്പത്തിരെ വാടാ. നീ വല്ല ചെയ്യോ? റൂം സേഫ് അല്ലേ? ഞങ്ങള് വാർത്തരാ. അവരുടെ റൂമിൽ വിടുന്നേക്കാളും നമ്മുടെ റൂം കൂടെ നല്ലത്. അപ്പൊ അത് കുട്ടിക്ക് അപ്പൊ എനിക്ക് ഇഷ്ടമായി. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാം. എന്ത് നല്ല കുട്ടിയാടാ നീ കൊണ്ടുവന്നല്ലേ. തറവാടി ഞാൻ പറഞ്ഞില്ലേ, തറവാടി. വാടി പോവും. അച്ഛൻ എന്തിനാട്ടോ മുറിക്കാതെ സംസാരിക്കണല്ലോ? ഡാഡി എന്തിനാ? അച്ഛന് മോളോട് സംസാരിക്കും. നിങ്ങളൊന്ന് ഇറങ്ങൂ. അല്ല ഞങ്ങൾ സഹോദരന്മാരാണ്. കുട്ടിയുടെ ഒറ്റയ്ക്ക് സംസാരിച്ചോട്ടെ. എന്താണിത് മോളെ? ഇത് എന്താ മോളെ? നിങ്ങൾ ഇറങ്ങൂ. മോളെ അടുത്ത് ഒറ്റയ്ക്ക് സംസാരിക്കണം. ഇവരിങ്ങനെ ഇരുന്ന എങ്ങനെ ഞാൻ എങ്ങനെ സംസാരിക്കാനോ? നമ്മളാരും സംസാരിക്കില്ല. ഒറ്റയ്ക്ക് തന്നെ സംസാരിച്ചോ? ചേട്ടാ ഒന്ന് പോയി തരും. അച്ഛൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് വരില്ലേ? ഒരാളെ കരച്ചില്ലേ കേക്കണ? എങ്ങനെയുണ്ട് കൊച്ചെങ്ങനെയുണ്ട്? കൊച്ചുണ്ട്. ഞാൻ വിചാരിച്ചു എനിക്കങ്ങ് നാണം. ഇതെന്തൊരു വായിച്ച മാഗസിൻ മറ്റേ കള്ളക്കളവ് വായിച്ചതായിരിക്കും. ഇത് ഫയറല്ലേ? മോളി. അതാണ് മോളി ഫയർ. എല്ലാം ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഏറ്റതാണെന്ന് ഞാൻ പറഞ്ഞില്ല. നല്ല തറവാടി. നിങ്ങൾ നിന്നോണ്ട് ആ കുട്ടിക്ക് നാണം മനസ്സിലായി. എന്റെ അടുത്ത് പറഞ്ഞു. മനസ്സിലായി. അടുത്തൊക്കെ ടച്ച് ചെയ്തോ? സിംഗിൾ ടച്ചെങ്കിലും കയ്യിലെങ്കിലും ടച്ച്. തട്ടി. ഇത് ഫിക്സ് ആണ്. ഈ കല്യാണം നമുക്ക് ഫിക്സ് ചെയ്യാം. നമുക്ക് ഇത് ഇപ്പം അച്ഛനായിട്ട് അഭിനയിക്കുന്നവനെ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെ അവൻ നാളെ അച്ഛനാവും. എന്തോ കണ്ടേ? കരയണടാകത്ത്. മോള് വന്നാ പിന്നെ എനിക്കൊരു സഹായാവില്ലല്ലോ. അതെ. അപ്പൊ അച്ഛൻ അങ്ങോട്ട് പോയിട്ടാ. നല്ല വളവനകത്തെ നല്ല ഗുരുത്തമുള്ള ചെറുക്കനടുത്ത് പറഞ്ഞിട്ട് ചെറുക്കനെ കാണാനല്ലേ വന്നത്.
പറയാം അമ്മയടുത്ത് പറയാടാ. ലവ് ബൈ കേട്ടോ മോളെ പോയിട്ട് പോയിട്ട് എന്താ എന്താ അല്ല ഞാൻ സംസാരിച്ചിട്ട് അല്ല ഒരു മോളുടെ സാരഥ്യം പറഞ്ഞ മോളുടെ സാരഥ്യം. എന്റെ പൊന്നു മോളെ ഇന്ന് ഇറങ്ങി അന്തയില്ലാത്തന്നെ അല്ല നീ എന്താടാ സംസാരിച്ചത് നീ വാറ്റന്റെ അടുത്ത് പോലും കൊച്ചു സംസാരിച്ചില്ല ഇത്ര നേരം. മാറ്റണം അതെ നിങ്ങൾ എന്താണ് പിടിച്ച് അങ്ങോട്ട് സംസാരിക്കും റൂമിലൊക്കെ ഒന്ന് സംസാരിക്കും നിങ്ങളെ ജോലി ഞാൻ അച്ഛനായ ഞാൻ വരെ ചെയ്തല്ല അത് കഷ്ടം. നീ എന്തിനാ എനിക്ക് വേണ്ടി നീ ഇങ്ങനെ ചെയ്തത് അണ്ണൻ നല്ല കുടുംബത്തിലെ പറഞ്ഞാണ് അണ്ണൻ ഈ ടിവിയിൽ ഓഹരി ഉണ്ട് ഇത് കാണാൻ പൊക്കി പറയുന്നത് നീ ചെയ്തതിനല്ലേ നമ്മളിപ്പോ ചോദിച്ചത്. ഇത് ജപ്പാനാണ് ഇത് ജപ്പാനാ ഇവൻ ജപ്പാനാക്കാൻ എന്ത് ജപ്പാൻ ഇത് ജപ്പാനാ എനിക്ക് പിടിക്കണല്ലോ കേട്ടോ നീ. ഇത് ജപ്പാനാ. നിങ്ങൾ ഒരുമാതിരി എടാ, അല്ലേ? ഭയങ്കര മോശമാണ് നിങ്ങൾ ഫോഴ്സ് ഒക്കെ ചെയ്യണം ആരുടെ കൊട്ടിച്ച് കവച്ചത്? ഛർദിച്ച് ഞാമ്പത്തില് നീ കണ്ടിട്ടുള്ളൂ, പെട്ടെന്ന് നിന്റെ പ്രവർത്തിക്കാത്തിന് ഛർദിച്ച്. അണ്ണാ കാടുണ്ട് അണ്ണാ കാട്ടിലോട്ട് വരണുണ്ടോ കാട്ടിലോട്ട്? കാട്ടിലോട്ടാ? ആ സൺസ് ഓഫ് ഫോറസ്റ്റ്. അതെന്റെ ഇല്ലടാ. അപ്പൊ ഞാൻ കാട്ടിലോട്ട് പോണേ ആൾക്കാർ ഇവിടെ റെഡിയാണ്. ഓക്കെ നടക്കട്ടെ. ചേട്ടാ പോണ വഴിക്ക് വണ്ടി അടിച്ച് ചാവണേ.